മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. പലരും പുറത്തു പറയാൻ മടിക്കുന്ന എന്നാൽ വളരെ സാധാരണമായ ഒരു വിഷയമാണ് ശീഘ്രസ്ഖലനം അഥവാ പ്രിമച്വർ ഇജാക്കുലേഷൻ. പുരുഷന്മാരെ ബാധിക്കുന്ന ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും സാധാരണമായ ഒന്നാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് 3-ൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്നു എന്നാണ്. ഇതൊരു യഥാർത്ഥ മെഡിക്കൽ പ്രശ്നമാണ്. ഇത് കാരണം വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ നാണക്കേട് കാരണം ഈ പ്രശ്നമുള്ളവരിൽ 4-1 പേർ പോലും സഹായം തേടാറില്ല. ഒരു കാര്യം വ്യക്തമാക്കാം, ഇടയ്ക്കിടയ്ക്കുള്ള ശീഘ്രസ്ഖലനം സാധാരണമാണ്. എന്നാൽ ഇത് സ്ഥിരമായി സംഭവിക്കുകയും സ്ഖലനം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അത് നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഒരു ആരോഗ്യ പ്രശ്നമായി കണക്കാക്കുന്നത്. ശീഘ്രസ്ഖലനത്തിൻ്റെ കാരണങ്ങൾ സങ്കീർണമാണ്. പലപ്പോഴും മാനസികവും ശാരീരികവുമായ ഘടകങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇതിനു പിന്നിൽ. മാനസിക കാരണങ്ങളിൽ പ്രകടനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അതായത് പെർഫോമൻസ് ആങ്സൈറ്റി, പൊതുവായ സമ്മർദ്ദം അല്ലെങ്കിൽ തിരക്ക് കൂട്ടുന്ന ശീലം വളർത്തുന്ന ആദ്യകാല ലൈംഗിക ദുരനുഭവങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടാം. ശാരീരികമായി സെറട്ടോണിൻ പോലുള്ള മസ്തിഷ്കത്തിലെ ചില രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ സ്ഖലനത്തിൻ്റെ സമയം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മിക്കവാറും ഒരൊറ്റ കാരണം മാത്രമല്ല, പലതിൻ്റെയും സംയോജനമാണ് ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. പ്രിമച്വർ ഇജാക്കുലേഷൻ ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എന്നത് ഓർക്കുക. നിങ്ങളുടെ ലൈംഗിക ആരോഗ്യം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ സാധാരണ പ്രശ്നം കാരണം നിങ്ങൾ നിശബ്ദമായി കഷ്ടപ്പെടുകയോ നിങ്ങളുടെ അടുപ്പം കുറയ്ക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു സൈക്യാട്രിസ്റ്റുമായി സംസാരിക്കുക. സൈക്കോസെക്ഷൽ തെറാപ്പിയോ മരുന്നുകളോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ അദ്ദേഹം നിർദ്ദേശിക്കും. തെറാപ്പിയും മരുന്നുകളും ഒരുമിച്ചുള്ള ചികിത്സയാണ് ഏറ്റവും ഫലപ്രദം. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.